ധന്യ, എന്തായാലും ഈ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷം പുറത്തിറങ്ങുമ്പോൾ ബിനോയ് വിശ്വം സംബന്ധിച്ചൊരു പ്രതികരണം നടത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളും അല്ലെങ്കിൽ എന്ത് കാര്യമാണ് മുഖ്യമന്ത്രി ധരിപ്പിക്കാൻ പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ശേഷം മറുപടി എന്നുള്ള നിലപാടിലായിരുന്നു CPI നേതാക്കളും CPI സംസ്ഥാന സെക്രട്ടറിയും. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം CPI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സുനിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ കാര്യത്തിൽ എന്ത് പരിഹാരമാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നതെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് CPM-ഉം CPI-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്നൊരു വിഷയമായി PM ശ്രീ വികസിച്ചു. അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനെ തണുപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് CPI സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിക്കുകയും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് തയ്യാറാകുകയും ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ചർച്ചയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും വ്യക്തമാകുന്നത്. എന്തായാലും നേരത്തെ 3 മണിയോട് കൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന ചർച്ച 3:45 ആരംഭിച്ചത്. ഇപ്പോൾ അരമണിക്കൂറോളം പിന്നിടുകയാണ് ചർച്ച. എന്തായാലും ഈ ചർച്ചയിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും മാത്രമേ ഉള്ളൂ. ഈ അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ച 1-ാം നമ്പർ മുറിയിലാണ് ഈ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പായി തന്നെ മന്ത്രി രാജൻ, അതോടൊപ്പം തന്നെ സുനീർ അടക്കമുള്ള മുതിർന്ന CPI നേതാക്കളുമായി ബിനോയ് വിശ്വം ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിലും പ്രധാനമായും മുഖ്യമന്ത്രിയും രാവിലെ ഫോണിൽ സംസാരിച്ച അടക്കമുള്ള കാര്യങ്ങൾ ബിനോയ് വിശ്വം ധരിപ്പിച്ചു. ഇതേ തുടർന്നായിരുന്നു ചർച്ചകൾ നടന്നത്. ഭൂരിഭാഗം അംഗങ്ങളും CPM-ന്റെ നിലപാട് ഏകപക്ഷീയവും ഏകാധിപത്യപരവും മുന്നണി മര്യാദകളുടെ ലംഘനവുമാണ് എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളടക്കം അഭിപ്രായങ്ങളടക്കം ക്രോഡീകരിച്ചാണ് മുഖ്യമന്ത്രിയെ കാണാൻ ബിനോയ് വിശ്വം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുന്നണിയിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് പോലും മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള ചർച്ചകൾ വരെ ഈ യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഏത് തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകും, ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉറപ്പ് PM ശ്രീയിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നതിൽ ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വേണമെന്നുള്ള ആവശ്യമാണ് CPI നേതാക്കൾക്കും CPM ടെക്നിക്കലി തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കുകയാണോ, ഇല്ലെങ്കിൽ എന്ത് നടപടിയിലേക്ക് കടക്കും, ഏത് തരത്തിൽ CPI വഴങ്ങുമോ, എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അത്രത്തോളം ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ആലപ്പുഴയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നത്. CPI എക്സിക്യൂട്ടീവിൽ പൊതുവികാരം ഇപ്പോൾ അയയേണ്ട എന്നുള്ളതാണ്, അവഗണിച്ചു എന്നുള്ളൊരു വികാരം കൂടി അവിടെ ഉയരുന്നുണ്ട്. എന്നാൽ അത്രയ്ക്ക് കടുപ്പിക്കേണ്ട എന്ന് ചുരുക്കം വളരെ ചെറിയ ശതമാനം ആളുകളിൽ അഭിപ്രായമുണ്ട്. കാരണം അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ്. മറ്റന്നാൾ മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുമ്പോൾ CPI മന്ത്രിമാർ വിട്ടുനിൽക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. അപ്പോഴാണ് ഈ കൂടിക്കാഴ്ച, മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ച ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട്. ഇതിനുശേഷം വീണ്ടും CPI എക്സിക്യൂട്ടീവ് ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചെത്താം, ഇടവേള.